വിദ്യാസാഹിതി ഓഡിയോ ബുക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സാഹിത്യ ലോകത്തു നിന്ന് രണ്ട് മഹാവ്യക്തികളെയാണ് ഈ ഡിസംബർ കൊണ്ടുപോയത്. നാടിൻ്റെ കഥാകാരൻ യു.എ. ഖാദറെയും മഹാകവികളിൽ ഒരാളായ സുഗതകുമാരി ടീച്ചറെയും. രണ്ടാം ലോക മഹായുദ്ധം സൃഷ്ടിച്ച അനിശ്ചിതത്വത്തിൻ്റെ ഫലമായി ബർമ്മയിൽ നിന്ന് മാതൃരാജ്യത്തേക്ക് തിരിച്ചോടേണ്ടി വന്ന മൊയ്തീൻ കുട്ടി ആ മടക്കയാത്രയിൽ മമൈദി എന്ന ബർമീസ് യുവതിയിൽ അവിടെ വെച്ച് തനിക്കുണ്ടായ ഖാദർ എന്ന 7 വയസ്സുകാരനെയും അദ്ദേഹം ഒപ്പം കൂട്ടി. അവനെ പ്രസവിച്ചയുടൻ മരിച്ചുപോയ അവൻ്റെ ഉമ്മയെ ഓർത്തപ്പോൾ അന്യരാജ്യത്ത് അവനെ തനിച്ചാക്കി പോരാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. 1978 തൃക്കോട്ടൂർ വംശം എന്ന കഥ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചതോടെ യു.എ. ഖാദർ എന്ന പേര് നമ്മുടെ കഥാചരിത്രത്തിൽ എക്കാലത്തേക്കുമായി അടയാളപ്പെട്ടു. ദേശം, ഭാഷ, ആദർശവിശ്വാസങ്ങൾ, പൗരത്വം തുടങ്ങിയ അതിർത്തികൾക്കൊന്നും വിലമതിക്കാനാകാത്ത വിസ്മയമായിരുന്നു ആ ബഹുമുഖ പ്രതിഭ. ഗ്രാമത്തനിമകളിൽ നിന്ന് കഥയുടെ പൊരുളുകൾ കണ്ടെടുത്ത ഖാദർ ഏതാണ്ട് 70ഓളം കൃതികൾ മലയാള സാഹിത്യത്തിന് നൽകിയിട്ടുണ്ട്. ഉത്തര കേരളത്തെ സ്വന്തം സർഗാത്മകതയുടെ തട്ടകമാക്കുകയായിരുന്നു ആ സാഹിത്യകാരൻ. തൃക്കോട്ടൂർ പെരുമ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ആദ്യത്തെ കഥയിൽ കല്യാണപ്രായം എത്തും മുമ്പേ കുളത്തിൽ ജഡമായി പൊങ്ങിയ അലീമയായിരുന്നു പ്രധാന സ്ത്രീ കഥാപാത്രം. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എഴുതിയ അവസാനത്തെ കഥയിലും നായികയുടെ പേര് അലീമ എന്ന് തന്നെ. മലയാള ഭാഷയ്ക്ക് അഭിമാനമായിട്ടാണ് ഈ ഡിസംബർ 12 അദ്ദേഹം നമ്മെ വിട്ടുപിരിയുന്നത്. ജനിച്ച മതത്തിൻ്റെയോ ജീവിക്കുന്ന രാജ്യത്തിൻ്റെയോ ഉച്ചരിക്കുന്ന ഭാഷയുടെയോ അതിർത്തികൾ കൊണ്ട് മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ആസുരതകൾക്കുമെതിരെ എന്നും അഭിമാനത്തോടെ എടുത്തു പിടിക്കാവുന്ന ഒരു ഉത്തരമായിരുന്നു യു.എ. ഖാദർ. ആ മഹാസാഹിത്യകാരന് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. കാവ്യകൈരളിയുടെ മുറ്റത്ത് കത്തി നിന്ന നിറദീപവും നമ്മിൽ നിന്ന് കൈവിട്ടുപോയിരിക്കുന്നു. മലയാളത്തിൻ്റെ ഹരിത ഹൃദയത്തിൻ്റെ മിടിപ്പ് നിലച്ചിരിക്കുന്നു. നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി എന്നും വേദനിച്ച ഒരാളാണ് സുഗതകുമാരി. കവി എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ അടയാളമാണ് സുഗതകുമാരിയുടെ ജീവിതം എന്നാണ് മഹാനായ എം.ടി. അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കവിതയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഭാഷയുടെ നിലനിൽപ്പിനെക്കുറിച്ചും ഒക്കെ അവർ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. ഭാഷയെ വേണ്ടമാതിരി ശ്രദ്ധിക്കുന്നില്ലെന്ന് അവർ പരാതിപ്പെട്ടുകൊണ്ടിരുന്നു. 20ഉം 21ഉം നൂറ്റാണ്ടുകളിൽ പുരുഷൻ ഏറ്റെടുക്കാൻ മടിച്ച പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും അതിജീവന മഹാസമരങ്ങളെ മുന്നിൽ നിന്നു നയിച്ച പുതിയ സ്ത്രീയുടെ ധീരതയുടെയും വേദനയുടെയും ഇതിഹാസമാണ് സുഗതകുമാരി ടീച്ചറുടെ ജീവിതം. പെണ്ണായി പിറന്നാൽ നേരിടേണ്ടി വരുന്ന കൊടിയ അനാഥത്വവും നിസ്സഹായതയും യാതനയുമൊക്കെ ടീച്ചർ ആത്മാവിൽ അനുഭവിച്ചറിയുന്നു. നിസ്സഹായയായി നിൽക്കുന്ന അമ്മയോട് ടീച്ചർ ചോദിക്കുകയാണ്, എന്തിലും കുലുങ്ങാത്ത കാലമാ മഹാശക്തി, മണ്ഡലത്തോടോ നിന്റെ ദുഃഖദേവതയോടോ. ഈ ദുഃഖദേവതയായിരുന്നു സുഗതകുമാരിയുടെ ആരാധനാമൂർത്തി. തളരുമ്പോഴൊക്കെ അവർ ദുഃഖത്തിൽ നിന്നും കണ്ണീരിൽ നിന്നും ഊർജം സംഭരിച്ചു. പ്രകൃതി കീഴടക്കപ്പെടുമ്പോഴും സ്ത്രീ കീഴടങ്ങുകയാണ് എന്നവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് വേണ്ടിയുള്ള കാവ്യ സമരങ്ങൾ പ്രകൃതിക്ക് വേണ്ടി കൂടിയായിരുന്നു എന്നായിരുന്നു കവിയുടെ വിശ്വാസം. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാൻ കേടുബാധിച്ചോരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ ലോക മനസാക്ഷിയോട് രാത്രി മഴയിൽ ടീച്ചർ ഇങ്ങനെ ചോദിക്കുന്നു.
ടീച്ചറുടെ അതിപ്രശസ്തങ്ങളായ കൃഷ്ണ കവിതകളിൽ പോലും കൃഷ്ണൻ പ്രകൃതിക്ക് വിധേയനാണ്. രാധയാണ് പൂർണ്ണ പ്രകൃതി. കാടാണ് കാട്ടിൽ കടമ്പിൻ്റെ കൊമ്പിൽ കാൽ തൂക്കിയിട്ടിരിപ്പാണ് രാധ. കൃഷ്ണ നീ എന്നെ അറിഞ്ഞില്ല എന്ന് വിഷാദിക്കുമ്പോഴും കൃഷ്ണന്റെ മുന്നിൽ രാധ ഒരിക്കലും അനുരാഗ ശരണാർത്ഥിയായില്ല. പറയട്ടെ ലോകം വെറും ഭ്രാന്തിയാം മീര, ഒരു പാട്ടു മാത്രമേ പാടൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കവി നിർഭയയാകുന്നു. സർവം സഹായായി, ഉപരി മാതൃസാന്ത്വനമായി മലയാളത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ അമ്മ സമാനതകളില്ലാത്ത അഭയമായ കവിതകൾ കോർത്തു തന്ന ആ കാവ്യവൃക്ഷം കുളിരാർന്ന തണൽ മാറ്റിയാണ് അകന്നുപോയത്. ആ അമ്മയ്ക്ക് മുമ്പിൽ 1 കോടി പ്രണാമം.